സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖറിനെയും മുന്നിൽ നിർത്തി കേരളത്തിൽ താമര വിരിയിക്കാം എന്ന ചിന്തയായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സ്വപ്നം കണ്ടിറങ്ങിയ ബി.ജെ.പിക്ക് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയത് കനത്ത തിരിച്ചടിയാണ്. തൃശൂരിലെ ലോക്സഭാ വിജയത്തിന് പിന്നാലെ കേരളം ഒന്നടങ്കം പിടിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ബി.ജെ.പി. അങ്ങനെ തയ്യാറാക്കിയ ആക്ഷൻ പ്ലാനുകൾ ഓരോന്നായി തകരുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖറിനെയും മുൻനിർത്തി കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം നടത്താൻ ദേശീയ നേതൃത്വം തയ്യാറാക്കിയ പദ്ധതികൾക്ക് കേരളത്തിലെ വോട്ടർമാർ കൃത്യമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ നേട്ടം മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത് വലിയ വോട്ട് ചോർച്ചയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ മുന്നേറ്റത്തോടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി.ജെ.പിക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രധാന കണക്കുകൂട്ടൽ. ഇതിനായി പള്ളികളുടെയും സാമുദായിക നേതൃത്വത്തിന്റെയും അനുമതിയോടെ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ വ്യാപകമായി രംഗത്തിറക്കാൻ ബി.ജെ.പി ശ്രമിച്ചു. എന്നാൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ കേരളത്തിൽ അമ്പെ പരാജയപ്പെട്ടുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള ബി.ജെ.പി നേതാക്കൾ കൈക്കൊണ്ട മൗനം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കിടയിൽ ബി.ജെ.പിക്കെതിരായ വികാരം ശക്തമാക്കുകയാണുണ്ടായത്. ഈ സംഭവം ഒരു തരത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി എന്ന താരപരിവേഷത്തിലൂടെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാമെന്ന മോഹം തകർത്തെറിയുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പിന്തുണച്ച പല ക്രൈസ്തവ മേഖലകളിലും ഇത്തവണ വോട്ടുകൾ കൂട്ടത്തോടെ യു.ഡി.എഫിലേക്ക് തിരിച്ചുപോയ സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞത്. തൃശൂർ കോർപ്പറേഷനിൽ ഭരണം പിടിക്കുമെന്നും കൊടുങ്ങല്ലൂർ നഗരസഭ സ്വന്തമാക്കുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി. ബി.ജെ.പി വിജയമുറപ്പിച്ചിരുന്ന കൃഷ്ണപുരം, മിഷൻ ക്വാർട്ടേഴ്സ്, ഗാന്ധിനഗർ തുടങ്ങിയ ഡിവിഷനുകളിൽ പോലും ക്രൈസ്തവ സമുദായം ബി.ജെ.പിയെ കൈവിട്ടു. ഇപ്പോഴിതാ ഈ വൻ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സുരേഷ് ഗോപിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ തന്നെ സജീവമായി നടക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. സുരേഷ് ഗോപി എം.പി ആയ ശേഷം കേരളത്തിന് കാര്യമായ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന പരാതി ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. പുലികളി സംഘങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് പണം നൽകാത്തതും എയിംസ് പോലുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയതും ജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിച്ചു. സുരേഷ് ഗോപിയുടെ പെരുമാറ്റ രീതികളും മാധ്യമങ്ങളോടുള്ള സമീപനവും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട്. തിരുവനന്തപുരത്തെ വിജയം ദേശീയ തലത്തിൽ ആഘോഷിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചെങ്കിലും അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹത്തിന് വഴിവെച്ചിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് സുരേഷ് ഗോപി തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഡൽഹിയിൽ വരെ ചർച്ചയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ബി.ജെ.പി മുന്നേറ്റം നടത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ തട്ടകമായ തൃശൂരിൽ പാർട്ടി തകർന്നടിഞ്ഞത് സുരേഷ് ഗോപി വിരുദ്ധ തരംഗത്തിന്റെ സൂചനയായാണ് പാർട്ടിക്കുള്ളിൽ പോലും കാണുന്നത്. മധ്യകേരളത്തിൽ പി.സി. ജോർജിനെ മുൻനിർത്തി നടത്തിയ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും ഫലം കണ്ടില്ല. കോഴിക്കോട്ടെ മലയോര മേഖലകളായ കോടഞ്ചേരിയിലും തിരുവമ്പാടിയിലും ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തി പരീക്ഷണം നടത്തിയെങ്കിലും എല്ലായിടത്തും എൻ.ഡി.എ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷിനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ ഭരണത്തിന് നേതൃത്വം നൽകാൻ തയ്യാറെടുക്കുമ്പോഴും പാലക്കാട്ടെയും പന്തളത്തെയും ബി.ജെ.പി ഭരണത്തിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിലെ വാതിൽപ്പടി സേവനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും വെറും വാഗ്ദാനങ്ങളായി അവശേഷിക്കുമോ എന്ന ഭയം ജനങ്ങൾക്കുണ്ട്. കേന്ദ്ര ഫണ്ട് എത്തിച്ച് കേരളത്തെ സ്വർഗമാക്കുമെന്ന് പ്രസംഗിക്കുന്ന സുരേഷ് ഗോപിക്ക് സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിശ്വാസം പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് ബി.ജെ.പി ദേശീയ നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി അടുത്ത കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തെറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയെ പോലെ തന്നെ വലിയ കൊട്ടിഘോഷങ്ങളോടെ ബി.ജെ.പി പാളയത്തിൽ എത്തിച്ച പത്മജ വേണുഗോപാലിനും പാർട്ടിയിൽ ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത അവസ്ഥയാണ്. ബി.ജെ.പിയിൽ അംഗത്വം എടുത്ത് 2 വർഷം പിന്നിട്ടിട്ടും കേരളത്തിൽ പാർട്ടിയുടെ മുഖമാകാൻ പത്മജയ്ക്ക് സാധിച്ചിട്ടില്ല. തൃശൂരിൽ സ്വന്തം ഇഷ്ടക്കാർക്ക് സീറ്റ് വാങ്ങി നൽകാനുള്ള പത്മജയുടെ നീക്കം ബി.ജെ.പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടെ പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും ബി.ജെ.പിയിൽ നിന്ന് പുറത്താകാനോ അല്ലെങ്കിൽ തീർത്തും അവഗണിക്കപ്പെടാനോ ഉള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. വർഗീയ പ്രീണനത്തിലൂടെയും താൽക്കാലിക ഇമേജുകളിലൂടെയും വോട്ട് പിടിക്കാമെന്ന ബി.ജെ.പിയുടെ തന്ത്രം കേരളത്തിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ പോലും പലയിടത്തും സംരക്ഷിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെയും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ നടത്തിയ ഈ സെമി ഫൈനലിൽ ബി.ജെ.പിക്കേറ്റ കനത്ത പ്രഹരം പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങളെ ഗൗരവകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. വികസന വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്നും താരപ്പകിട്ടിനപ്പുറം രാഷ്ട്രീയമായ അടിത്തറ പാർട്ടിക്കില്ലെന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു.